ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 290 നൈറ്റി മെറ്റീരിയൽ അതെങ്ങനെ 4 ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ലെങ്ത്ത് 55 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആം ഹോളും 7 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു എക്സൽ സൈസ് നൈറ്റിയുടെ അളവാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് 10.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 1.5 ഇഞ്ച് അലവൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് ലെങ്ത്ത്, ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നമ്മളൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പിനായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ കർവിനായിട്ട് ഞാനൊരു 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് പോയിട്ട് അതിൻ്റെ ഹാഫ് കണ്ടിട്ട് അവിടെ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 3 പോയിന്റുകൾ തമ്മിൽ നമ്മളൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കുകയാണ്. നെക്ക് റൗണ്ട് നെക്കാണ്. അവിടെ നിന്നൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്ക് ലെങ്ത്ത് വന്നിട്ട് ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് വേസ്റ്റ് ലെങ്ത് ഒന്ന് അളന്നെടുക്കാം. 14 ഇഞ്ച് എടുക്കാം. ഞാനിവിടെ 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് വേസ്റ്റ് റൗണ്ടായിട്ട് 9.5 ഇഞ്ചും 1.5 ഇഞ്ച് അലവൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഹിപ്പ് ലെങ്ത് ആണ്. ഞാനിവിടെ 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ മുകളിലിട്ട അതേ അളവ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. 10.5 ഇഞ്ചും 1.5 ഇഞ്ച് അലവൻസും കൂടെ 12 ഇഞ്ചാണ്. ഇനി താഴോട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എത്രയാണോ ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളും എടുക്കുന്നുണ്ട് ഇവിടെ. ഫ്രണ്ട് ആം ഹോളിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ബാക്ക് നെക്കിൻ്റെ ബാക്ക് ആം ഹോളിൻ്റെ കൂടെ വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്കത് മാറ്റി വെച്ചിട്ട് വേണം സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ താഴെ അടിഭാഗത്ത് ഒന്ന് 2 ഇഞ്ച് നമ്മളൊന്ന് ഇങ്ങനെ കർവ് ചെയ്തിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് സെപ്പറേറ്റ് ആക്കി ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം സ്ലീവ് ലെങ്ത് ആണ് നോക്കുന്നത്. 8 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത്. അതിൽ സ്റ്റിച്ച് അലവൻസും കൂടെ ചേർത്തിട്ടാണ് 8 ഇഞ്ച്. എന്നിട്ട് നമ്മൾ താഴോട്ട് ഒരു
7 ഇഞ്ചാണ് നമ്മുടെ ആം ഹോള്. 2 ഇഞ്ച് കൂട്ടിയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നീക്കിയിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഹാഫ് കാണുക. ഹാഫ് കണ്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ മുകളിൽ നിന്ന് നീക്കി 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ ചെരിച്ച് നമ്മുടെ എസിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ഉള്ളിലോട്ടും ഒന്ന് വരച്ചെടുക്കുക, കുഴിച്ച് വരച്ചെടുക്കുക. ഇനി സ്ലീവ് റൗണ്ട് നമുക്ക് 7 ഇഞ്ചും 1 ഇഞ്ച് അലവൻസും ആണ്. അതൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് അവിടെ സ്ലീവും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ക്രോസ് പീസ് ആവശ്യമുണ്ട്, അത് ഞാനിവിടെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.